ഹലോ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ. എന്തൊക്കെയാണ് ന്യൂ ഇയർ ആയിട്ടുള്ള വിശേഷങ്ങൾ? ഇതെന്റെ ന്യൂ ഇയറിന്റെ അന്നത്തെ വിശേഷമല്ല, ഇത് 2025 ലാസ്റ്റ് ഡേ, അതായത് December 31 വിശേഷമാണ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ, ഒരുപാട് ദിവസം കാലമായിട്ട് നമുക്കൊന്ന് മീറ്റ് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്ത് അറ്റ് ലാസ്റ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കംഫർട്ട് ഫ്രണ്ട്ഷിപ്പ് ഗാങ്. ഞങ്ങൾ 10th നിന്നാണ് ഞങ്ങളുടെ ഒരു സ്റ്റോറി തുടങ്ങുന്നത്. 7th സ്റ്റാൻഡേർഡ് മുതൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. ബട്ട് 10th അങ്ങ് കഴിഞ്ഞപ്പോൾ പിന്നെ ആരെയും ഒരു വഴിക്കും കാണാനില്ല. എല്ലാവരും അവരുടേതായ ബിസി വേൾഡിൽ അങ്ങ് പോയി. ഇപ്പം ഞങ്ങളുടെ കോണ്ടാക്ട്സിനൊന്നും ഒരു കുറവില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും ബിസിയാണ് എന്നിരുന്നിട്ടും നമുക്കുള്ള ആ ഒരു ടൈമിൽ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് സംസാരിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരുന്നു. അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാണ്ട് ഈ ഫ്രണ്ട്ഷിപ്പ് നല്ല അടിപൊളിയായിട്ട് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ മോളിലേക്ക് പോയി. ഫസ്റ്റ് തന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ അങ്ങിരുന്നു. എനിക്ക് ജയ്പൂർ ജ്വല്ലറീസ് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നല്ല ഓവർ പ്രൈസ്ഡ് ആണെങ്കിലും അവിടുത്തെ ബാംഗിൾസ്, ഇയറിങ്സ് അതൊക്കെ എനിക്ക് എന്നും ഭയങ്കര ഫേവറേറ്റ് ആണ്. വർത്ത് ഫോർ ബൈങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല. ബട്ട് അത് മേടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര റിഗ്രറ്റ് ആവും. പ്രത്യേകിച്ച് 2025 ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു അഫ്കോഴ്സ് ഒന്നും നോക്കണ്ട, അങ്ങനെ അങ്ങ് മേടിച്ചു. ഒരു 4-5 മേടിച്ചു. ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ ഇറ്റ്. അത് അടുത്തൊരു സന്തോഷം. പിന്നെ അടുത്തത് അവിടുന്ന് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചു. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് അങ്ങ് ഇരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. ആൻഡ് എല്ലാവരും വീട്ടിലേക്ക് അങ്ങ് പോയി. നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു ഇത്. ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങളും ഒരു ഡേ സ്പെൻഡ് ചെയ്യുക. ഓഫ്, അടിപൊളിയായിരിക്കും. ഒരു ഹീലിംഗ് ഒരു സാധനമായിരിക്കും. എന്തായാലും എൻ്റെ ന്യൂ ഇയർ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടേക്ക് കെയർ. ബൈ.